ആ 4 സ്ത്രീകൾക്ക് യേശുവിനെ സ്നേഹിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങൾ. പക്ഷേ ആ സ്ത്രീകളുടെ ഇടയിൽ ഒരു പുരുഷൻ നിൽക്കുന്നു. അവൻ്റെ പേര് യോഹന്നാൻ. യോഹന്നാനോട് ചോദിക്ക്, എന്താ നിൻ്റെ സാക്ഷ്യം? ഭൂതം പുറത്തായിട്ടുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. രോഗസൗഖ്യമാക്കിയിട്ടുണ്ടോ? ഏയ് രോഗമൊന്നുമില്ല. സാമ്പത്തിക ഭാരം ഇല്ലല്ല. കടമാരെന്ന് അതൊന്നും ആയിരുന്നു എൻ്റെ പ്രശ്നം. നിൻ്റെ പ്രശ്നം? യോഹന്നാൻ പറയും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നീ നിൽക്കുന്നേ? 26-ാം വാക്യത്തിൽ പറയുന്നു, യേശു സ്നേഹിച്ച ശിഷ്യൻ. യോഹന്നാൻ പറയും, ഞാൻ നിൽക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ കാരണം, അവൻ എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എൻ്റെ രോഗം മാറ്റിയിട്ടില്ല, സാമ്പത്തിക പ്രയാസം മാറ്റിയിട്ടില്ല, എൻ്റെ എനിക്ക് ഭൂതമൊന്നും ഇല്ലായിരുന്നു, ഭൂതമൊന്നും അഴിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ശാരീരികമായ ഒന്നുമില്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ എന്താ നിൻ്റെ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവൻ എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എനിക്കറിയാമായിരുന്നു അവൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി തുടിച്ചത്. എനിക്കറിയാമായിരുന്നു അവൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി അലിഞ്ഞത്. എനിക്കറിയാം. എനിക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല. അവനെന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് ഹൃദയം തുറന്ന് ആ ഭയം പുറത്താകുന്ന അളവിൽ തികഞ്ഞ സ്നേഹം എൻ്റെ അകത്ത് വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ഒരു യോഹന്നാൻ ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. മറിയമാർ ഒത്തിരി പേരുണ്ടാകാം, സലോമിമാർ ഒത്തിരി പേരുണ്ടാകാം, മഗ്ദലക്കാരത്തി മറിയമാർ ഒത്തിരി പേരുണ്ടാകാം. എന്നാൽ ഒരു യോഹന്നാൻ ഇവിടെ ഉണ്ടോ? യേശു എന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് ഹൃദയം തുറന്ന് പറയുന്ന ഒരു യോഹന്നാൻ ഇവിടെ ഉണ്ടോ? നിനക്ക് വേണ്ടി വ്യത്യസ്തമായി അവൻ പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വ്യത്യസ്തമായി. യോഹന്നാനെ, നിനക്ക് പറയാൻ എന്തെങ്കിലും? നോ, ഒരു കാരണങ്ങളുമില്ല. നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? നിങ്ങൾ ചരിത്രം വായിച്ചിട്ടില്ലേ? യോഹന്നാനെ കൊല്ലേണ്ടതിന് അവൻ എണ്ണയിലിട്ടു, പക്ഷെ അവൻ മരിച്ചില്ല. അവനെ പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് അവൻ നാടുകടത്തി. ആ ഏകാന്ത നടുവിൽ അവരെ ചുറ്റി വേറെ ആരുമില്ലായിരുന്നു. അവനെ കൊത്തിപ്പറിക്കാൻ വട്ടമിട്ട് നടക്കുന്ന കഴുകൻ്റെ കണ്ണുകളെ മാത്രമേ അവൻ കണ്ടുള്ളൂ. അവൻ്റെ ശവത്തെ കൊത്തിവലിക്കാൻ കറങ്ങുന്ന പക്ഷികളെ മാത്രമേ അവൻ കണ്ടുള്ളൂ. അവൻ്റെ ചുറ്റും മരിച്ചു കിടക്കുന്ന ശവങ്ങളെ മാത്രമേ, അല്ലെങ്കിൽ മരിക്കാറായ വ്യക്തികളെ മാത്രമേ അവൻ കണ്ടുള്ളൂ. പക്ഷെ ഇതെല്ലാം ഉണ്ടായിരിക്കെ ബൈബിൾ പറയുന്നു, അവൻ കത്ര ദിവസത്തിൽ ആത്മവിവശനായി. ഒരു തലവേദന വന്നാൽ നമ്മളന്ന് പള്ളിയിൽ പോകാതിരിക്കും, ഇല്ലേ? സ്തോത്രം. ഒരു വിരുന്നുകാർ വന്നാൽ ആ വിരുന്നുകാർക്ക് വേണ്ടി നമ്മൾ എന്തും മറക്കും. നമ്മുടെ ലൈഫിനകത്തുണ്ടാകുന്ന ഒരു പ്രശ്നം അധികമായാൽ അന്ന് നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുകയില്ല. 100 കണക്കിന് കാരണങ്ങൾ നമ്മൾ പള്ളിയിൽ പോകാതിരിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ പ്രാർത്ഥിക്കാതിരിക്കാൻ കണ്ടെത്തും. എന്നാൽ ഇതാ ഈ മനുഷ്യൻ്റെ ചുറ്റും ദൈവത്തെ ആരാധിക്കാൻ ഒരു കാരണം പോലുമില്ല. ആ വായു പോലും മലിനമാണ്. മരണത്തിൻ്റെ ശവത്തിൻ്റെ സ്മെല്ല് കൊണ്ട്, ഗന്ധം കൊണ്ട് ആ വായു പോലും, താൻ അകത്തോടെടുക്കുന്ന ശ്വാസം പോലും അവന് പ്രതികൂലമാണ്. അതെല്ലാം പ്രതികൂലമായിരിക്കുമ്പം കത്ര ദിവസമായപ്പം അവൻ ആത്മവിവശനായി. ഹല്ലേലൂയ. അവൻ കത്ര ദിവസത്തിൽ ആത്മവിവശനായപ്പോൾ സ്വർഗത്തിന് അവിടെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. സ്വർഗം തുറന്നു. അവന് വേണ്ടി തേജസ്കരിക്കപ്പെട്ട യേശുവിൻ്റെ മഹത്വം ആ പത്മോസിന്റെ ഏകാന്തതയിൽ അവന് വേണ്ടി ഇറങ്ങി വന്നു. ആ ഏകാന്തതയിൽ കഴുകന്മാർ മാത്രം നിന്റെ കൂട്ടെന്ന് ഡൊമിനീഷൻ അവനോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നോ ഡൊമിനീഷൻ, നിനക്ക് തെറ്റി. കഴുകന്മാരല്ല അവന് കൂട്ട്. ആകാശത്തെ ഉണ്ടാക്കിയവൻ, ആകാശത്തെ കൈവെള്ളം കൊണ്ട് വിരിച്ചവൻ, ഭൂമിയെ ഉണ്ടാക്കിയവൻ, മനുഷ്യനെ ഉണ്ടാക്കിയ തേജസ്കരിക്കപ്പെട്ട ദൈവം ആ ഏകാന്തതയിൽ അവന് വേണ്ടി ഇറങ്ങി വന്നു. നമ്മുടെ കൂടെ ആരെങ്കിലും ഇരിക്കുന്നത് നമുക്കൊരു ആശ്വാസമാണല്ലേ? ഒരു പ്രശ്നത്തിൽ ആരെങ്കിലും ഇരിക്കുന്നത് ഒരു ആശ്വാസമാണ്. പക്ഷെ യോഹന്നാന് വേണ്ടി ഇരിക്കാൻ ഒരു മനുഷ്യനല്ല വന്നത്, മനുഷ്യനെ ഉണ്ടാക്കിയവൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ വെളിപ്പാട് പുസ്തകം മുഴുവൻ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് അവൻ സംസാരിക്കുമ്പോൾ യോഹന്നാൻ പറയും, ആ പത്മോസിന്റെ ഏകാന്തതയിൽ ഞാൻ കണ്ടത് ഒരു മനുഷ്യന്റെ മുഖമല്ല, സൂര്യനേക്കാൾ തേജസ്സുള്ള അവൻ മുഖമുള്ള ഒരുവൻ, വെള്ളോടിന് സദൃശ്യമായ പാദങ്ങളുള്ളവൻ, അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുകളായുള്ള എൻ്റെ അരുമനാഥന്റെ തേജസ്കരിക്കപ്പെട്ട രൂപം എന്നോടുകൂടെ പത്മോസിന്റെ ഏകാന്തതയിൽ. ഹല്ലേലൂയ.
എനിക്ക് ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ കണ്ടാൽ യേശുവോട് ഒരു പക്ഷേ ഒരു ചോദ്യം ചോദിക്കും. കർത്താവേ, നീ പത്രോസിന് പോലും ഈ സംഭവം കാണിച്ചു കൊടുത്തില്ല, നീ വേറൊരു ശിഷ്യന്മാർക്കും കാണിച്ചു കൊടുത്തില്ല, ഈ ഭൂമിയിൽ മറ്റാർക്കും അത് വെളിപ്പെട്ടുമില്ല, നീ എന്തുകൊണ്ടാണ് യോഹന്നാനെ അവൻ ഇത് കാണിച്ചത്? യേശുവിനും പറയാൻ ഒറ്റ മറുപടിയേ ഉണ്ടാകൂ, അവൻ എന്നെ സ്നേഹിച്ചു. ഓ ഹല്ലേലൂയ, അവൻ എന്നെ സ്നേഹിച്ചു, അവൻ എന്നെ സ്നേഹിച്ചു. ഇന്ന് രാത്രി നിന്റെ ഭയത്തെ കവിയുന്നൊരു സ്നേഹം നിന്റെ ഹൃദയത്തിനകത്തുണ്ടായാൽ, നിന്റെ ആ പത്മോസിൻ്റെ ഏകാന്തതയുടെ നടുവിലും നിനക്ക് അവനെ കാണാൻ പറ്റും.